പലപ്പോഴും അഞ്ചാമത്തെ വേദാംഗമായ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, ജ്യോതിഷം, കൽപ്പശാസ്ത്രം, അതിൽ അഞ്ചാമത്തെ വേദാംഗമായ ജ്യോതിഷത്തെ കാര്യമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് അത് അസ്ട്രോളജിയാണ്, അതിനകത്ത് സയൻസ് ഒന്നുമില്ല, കണ്ണുമടച്ച് ചുറ്റും ഇരുട്ടാണെന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് ഭാരതത്തിലെ ബുദ്ധിജീവികളും കുറേയധികം ശാസ്ത്രകാരന്മാരും വിവരിക്കാറുള്ളത്. എന്താണെന്ന് പഠിച്ചിട്ടോ വിശകലനം ചെയ്തിട്ടോ അറിയാനുള്ള ശ്രമം നടത്തിയിട്ടോ അല്ല പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നടത്താറുള്ളത്. ഒന്നാലോചിച്ച് നോക്കാം, ഈ ഭൂമിയെക്കുറിച്ച് കഴിഞ്ഞ 16 ക്ലാസ്സുകളിലായിട്ട് വിവരിക്കേണ്ടായി. എത്ര ശാസ്ത്രീയമായിട്ടായിരുന്നു ഭാരതീയർ ആ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വിവരണം കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, എപ്പോജി, പെരിജി എന്ന് പറയുന്ന 2 കൺസെപ്റ്റുകൾ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇംഗ്ലീഷുകാരാണ് കണ്ടുപിടിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചത് തന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് വൃത്താകൃതിയിലായിട്ടാണ് എന്നായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് വൃത്താകൃതി അല്ലെന്നും അത് എലിപ്റ്റിക്കലാണെന്നും വ്യക്തമായിട്ട് കണ്ടുപിടിച്ചത്. പക്ഷേ ഭാരതത്തിൽ അനാദികാലം മുമ്പ് തന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ ഭ്രമണം അല്ലെങ്കിൽ പ്രദക്ഷിണം എന്ന് പറയുന്നത് വൃത്താകൃതിയിലല്ല, എലിപ്റ്റിക്കലാണ് എന്ന്. എലിപ്റ്റിക്കലാണ് എന്ന് മാത്രമല്ല, എലിപ്സിൻ്റെ ഒരു കോർണറിലാണ് സൂര്യൻ എന്നും ഭാരതീയർക്കറിയാമായിരുന്നു. എന്താ കാരണം? എലിപ്റ്റിക്കലായിട്ടുള്ള സഞ്ചാരപഥത്തിൻ്റെ നടുക്കാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ഭൂമി 2 ഓപ്പോസിറ്റ് പൊസിഷനിൽ വരുമ്പോൾ ഒരേ ഡിസ്റ്റൻസാണ് ഉണ്ടാവുക. അപ്പോജി എന്നും പെരീജി എന്നും പറയാൻ സാധിക്കില്ല. അപ്പോജി എന്നും പെരീജി എന്നും പറയണമെങ്കിൽ ഭൂമിയുടെ സഞ്ചാരപഥം എലിപ്റ്റിക്കലാവുകയും വേണം, സൂര്യൻ ആ എലിപ്സിൻ്റെ ഒരു കോർണറിൽ നിൽക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ 180 ഡിഗ്രി ഓപ്പോസിറ്റിൽ ഭൂമി എത്തുമ്പോൾ അതിലൊന്ന് അപ്പോജിയും മറ്റൊന്ന് പെരീജിയും ആയി മാറുകയുള്ളൂ. ഭാരതീയ എല്ലാ ജ്യോതിശാസ്ത്രജ്ഞന്മാരും നീചം എന്നും ഉച്ചം എന്നും 2 അസ്ട്രോണമിക്കൽ പദങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട്. ഭൂമിയുടെ സഞ്ചാരപഥത്തിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുക്കുന്ന ഒരു സമയമുണ്ട്, ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലുന്ന ഒരു ദിവസവുമുണ്ട്. സമയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദിവസങ്ങളുമുണ്ട്. അപ്പോൾ ഈ 2 ദിവസങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ശിഷ്യധീവൃത്തി തന്ത്രം എഴുതിയ ലല്ലാചാര്യൻ AD 700 പറയുന്നത് ഇങ്ങനെയാണ്: സ്വഭാഗാത് ഷഡ്ഭാഗാത് യതികോണം സമന്ത നീചോച്ച എന്നാണ് പറയുന്നത്. അതായത് ഭൂമി എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് 180 ഡിഗ്രി ഓപ്പോസിറ്റിലാണ് നീച ഉച്ചം വരുന്നത്, പെരീജി വരുന്നത്, മറ്റേത് അപ്പോജി വരുന്നത്. അപ്പോൾ 180 ഡിഗ്രി ഓപ്പോസിറ്റിൽ അപ്പോജിയുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ പെരീജിയുടെ ഓപ്പോസിറ്റോ വരണമെങ്കിൽ എന്തായിരിക്കണം സഞ്ചാരപഥം എന്ന് വളരെ വ്യക്തമാണ്. നമ്മളുടെ ആധുനിക ശാസ്ത്രപ്രകാരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാം, ജനുവരി 3-ാം തീയതി ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അകലത്തിൽ വരുന്ന സമയവും അതുപോലെ തന്നെ ജൂലൈ 3-ാം തീയതി സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന സമയവുമാണ്. ഭൂമി ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗവിലിപ്ത. ഏകം 1, ഊനം കുറവ്, ഷഷ്ടി 60. ഏക ഊന ഷഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 60-ൽ നിന്ന് 1 കുറവ്. ലിപ്താഹ എന്ന് പറഞ്ഞാൽ ആംഗുലർ മിനിറ്റ്, വിലിപ്താഹ ആംഗുലർ സെക്കൻഡ്. അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന സ്പീഡ് 59 മിനിറ്റ് 8 ആംഗുലർ സെക്കൻഡ് പെർ ഡേ ഒരു ദിവസത്തിൽ. അപ്പോൾ 180 ദിവസം, 180 ഡിഗ്രി പോകാൻ എത്ര ദിവസം വേണമെന്ന് നോക്കുക. അതായത് 59 മിനിറ്റ് 8 സെക്കൻഡാണ് ഒരു ദിവസത്തെ ഭൂമിയുടെ വേഗത എങ്കിൽ 180 ഡിഗ്രി പോകാൻ ഈ ഭൂമിക്ക് എത്ര ദിവസം വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. 180 ഡിഗ്രി × 60 മിനിറ്റ് ഡിവൈഡഡ് ബൈ 59 മിനിറ്റ് 8 സെക്കൻഡ്.
ഏകദേശം 183 ദിവസം വേണ്ടി വരുമെന്ന് ഭാരതീയ കണക്കനുസരിച്ച് മനസ്സിലാക്കാം. ഇതല്പം കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് അല്പം മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയം. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് എടുക്കേണ്ടത്? മനസ്സിലാകാത്തതുമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 180 ഡിഗ്രി ഭൂമി കറങ്ങി വരണമെങ്കിൽ 183 ദിവസം വേണം. ജനുവരി 3-നോട് 183 ദിവസം കൂട്ടി നോക്കൂ, നിങ്ങൾക്ക് ജൂലൈ 3-ാം തീയതി കിട്ടും. 1400 വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർ ഈ ഭൂമിയുടെ സഞ്ചാരപഥം ഇത്രയും കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടണും കെപ്ലറും കോപ്പർനിക്കസും മെഗല്ലനും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരും എല്ലാം ചിന്തിക്കുന്നതിന് 800-900 വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർ ഈ എപ്പോജിയെക്കുറിച്ചും പെരിജിയെക്കുറിച്ചും വ്യക്തമായിട്ട് ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്, ഡെസി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് വെലോസിറ്റിയിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പൊസിഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മളെല്ലാവരും പറയാറുള്ള ഒരു വഴിയുണ്ട്, മേടസംക്രാന്തി എന്നുള്ളത്. മേടസംക്രാന്തി വിഷുവത്ത് ആയതുകൊണ്ട് വിഷു എന്ന് നമ്മൾ പറയും. വിഷുവത്ത് എന്ന് സംസ്കൃതത്തിലും വിഷു എന്ന് മലയാളത്തിലും ആസാമി ഭാഷയിൽ ബിഹു എന്നുമാണ് പറയാറുള്ളത്. അപ്പോൾ ഈ വിഷുവത്ത് എന്നാ വരിക? ദ്വിരാശി അഷ്ടാദശഭാഗ എന്നാ പറയുക. 2 രാശി, ഒരു രാശി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പോൾ 2 രാശി എന്ന് പറഞ്ഞാൽ 30 × 2 60 ഡിഗ്രി. അഷ്ടാദശഭാഗ എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രി കൂടി ചേർക്കുക. ആ മേടസംക്രാന്തി കൃത്യമായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ, സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി, ആ പ്രത്യേക ബിന്ദുവിൽ കൂടെ കടന്നു പോകുന്ന ആ സമയത്തിന് പറയുന്ന പേരാണ് സംക്രാന്തി. സംക്രാന്തി എന്താ അതിൻ്റെ അർത്ഥം? സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യവത്തായ, ക്രാന്തി എന്ന് പറഞ്ഞാൽ പരിവർത്തനം. സംക്രാന്തി എന്ന് പറഞ്ഞാൽ ചൈതന്യവത്തായ പരിവർത്തനം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ ആ പ്രദക്ഷിണം ആരംഭിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ആൽഫ ഏറീസ് പോയിൻ്റ് എന്ന മേടസംക്രാന്തി, വിഷുവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിഷു എന്ന ആ പ്രക്രിയ അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ ഫിനോമിനൻ സയൻറ്റിഫിക്കാണ്. അതിനെക്കുറിച്ച് ഭാരതീയരുടെ അറിവ് പ്യുവർലി സയൻറ്റിഫിക്കാണ് ആൻഡ് എക്സാക്ട്ലി ഷാർപ്പാണ്. ദർ ഇസ് നോ ഡൗട്ട് എബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എത്ര രസകരമായ അനുഭവമാണ് ഉണ്ടാവുക. നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രകാശോജ്വലമായ ജ്ഞാനസ്രോതസ് നമ്മുടെയുമാണ്. അത് നമുക്ക് പഠിക്കാനും അറിയാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നു.